ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കർണാടകയ്ക്ക് വന്നിരുന്ന് എത്തിപ്പെട്ട് ചൈനയിലായി പോയി. ഇത് സാധാരണ ഒരു ബൈക്ക് യാത്രയാണ്. വർക്കിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഴ്ചകളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യാത്രയത്. പക്ഷെ ഏകദേശം ഒരു 5 മാസമായി ഇങ്ങനെ ഒരു യാത്ര പോയിട്ട്. കൂടെ എൻ്റെ അനിയൻ അൻഷിതുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ യാത്രയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതാ ഈ നാട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്കായിട്ട് വന്നതല്ല, ഞങ്ങളിവിടെ എത്തിപ്പെട്ടതാണ്. ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടൊരു സമയമായിരുന്നു. കാരണം കർണാടക പോലുള്ള ഒരു ഉൾഗ്രാമത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരവരുടെ ആരാധനക്കായിട്ട് വെച്ചത് ബിയർ കുപ്പി, 7up, പെപ്സി, മിനറൽ വാട്ടർ, ജ്യൂസ്. പിന്നെ ഇങ്ങനെയുള്ള ആരാധനയൊക്കെ സിനിമയിലും കഥയിലും മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നേരിട്ട് കണ്ടതിന്റെ ഷോക്കിലുമായിരുന്നു ഞങ്ങൾ. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതും അവിടെ കുറച്ച് പിള്ളേർ കുറച്ച് സ്കിൽസ് ഒക്കെ കാണിച്ചെന്ന് എനിക്ക്. അപ്പോൾ എനിക്ക് പറ്റുന്ന സ്കിൽസ് ഞാൻ അവർക്കും കാണിച്ചു കൊടുത്ത്. എൻ്റെ സ്കില്ല് കണ്ട് ഇൻഫ്ലുവൻസ് ആയി അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മാക്സിമം ട്രൈ ചെയ്ത് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് കാണിച്ചു തരാനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം ചെയ്ത് അവന് ഭ്രാന്തായി അവൻ നിർത്തി. പിന്നെ അവരെല്ലാം കൂടെ ഒന്ന് ചുറ്റി കാണിച്ചു തരാൻ തുടങ്ങി. പിന്നെ അടുത്ത അത്ഭുതം വന്നത് ഇത് കണ്ടോ, തേനീച്ച കൂടാണിത്. ഇത് അവർ വളർത്തുന്ന തേനീച്ച കൂടൊന്നുമല്ല. എന്നാൽ തേനീച്ച കാരണം ഒരു ഉപദ്രവവും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം ലഞ്ച് ടൈമിലായിരുന്നു എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾക്കും അവരൊരു വിരുന്നൊരുക്കി. ഭക്ഷണമായിട്ട് ഉരുളൻകിഴങ്ങും അതേപോലെ ഈ ബ്രെഡും ആയിരുന്നു. ഈ ബ്രെഡ് എത്ര ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. നിശ്ചിത അങ്ങനെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ നല്ല വിശപ്പായതുകൊണ്ട് കുറച്ച് അധികം നേരം അവിടെ ഇരുന്ന്. പിന്നെ അതിന് ശേഷം അവർ ഡ്രാഗൺ ഫ്രൂട്ട് സെർവ് ചെയ്ത്. ഡ്രാഗൺ ഫ്രൂട്ട് അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്ന് അറിയില്ല, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ടിന് ഭയങ്കര ടേസ്റ്റും ആയിരുന്നു. സത്യം പറയാലോ, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ഇത്രയും നല്ല മനുഷ്യരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്.